എന്താ വെച്ചാൽ ഈ ഈയിടെ ഇപ്പൊ രണ്ട് കാര്യം ഒരേ സമയം നടക്കുന്നുണ്ട്. ഒന്ന് ഈ മകര സംഗമം, മകരവിളക്ക്. അത് നമ്മുടെ അറിവിന്റെ കേന്ദ്രമായ ശബരിമല നടക്കുന്ന സമയത്ത് തന്നെയാണ് മഹാകുംഭമേള. ഇത് രണ്ടും പൊരുത്തപ്പെട്ട ശബരിമലയിൽ നിന്നും മഹാകുംഭമേളയ്ക്ക് ലിങ്ക് പോലെ ഒരു വന്നിട്ടുണ്ട്. ഇത് തമ്മില് കുംഭമേള എന്താണെന്നുള്ള കാര്യം പറയണം. അതുകൂടാതെ എന്താണ് ശബരിമലയും കുംഭമേളയായിട്ടുള്ള കണക്ഷൻ ഒരു ഹ്രസ്വമായിട്ട് അങ്ങോട്ട് പറയാമോ? ഇത് വലിയ ഒരു ചോദ്യം കേട്ടോ. ശരിക്കും ഈ ചോദ്യം ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ആരും ചോദിക്കാത്തൊരു ചോദ്യം. എന്താണ് ഈ നമ്മളിപ്പോ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 144 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന മഹാകുംഭമേളയാണ് നടക്കുന്നത്. അത് ജനുവരി 13 ധനു സംക്രമം അവിടെ മുതൽ, അതായത് മകരവിളക്ക് മുതൽ തുടങ്ങി ശിവരാത്രി വരെ ഫെബ്രുവരി 26 വരെ നടക്കുന്ന കുംഭമേള. ഫെബ്രുവരി ശിവരാത്രി വരെ ഏത് കാലഘട്ടമാണ്? എന്താണ് അതിന്റെ പ്രാധാന്യം? കുംഭമേളയ്ക്ക് തിരഞ്ഞെടുത്ത എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇതിനകത്തൊരു എന്താണ് ശബരിമലയും ഈ പ്രയാഗ്രാജുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? ശ്രീരാമ സിദ്ധാന്തമാണ്. അതാണ് ഞാൻ ഈ ചോദ്യത്തിൽ ഞെട്ടിയ സംഭവം. ആര്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ, അയ്യ എന്നാണ് അർത്ഥം. ആര്യ എന്ന് പറയുന്നതിന്റെ തത്ഭവമാണ് അയ്യ, അയ്യപ്പൻ കാവ്, ആര്യൻ കാവ്. ആര്യ സിദ്ധാന്തത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ്, അതായത് ആര്യ സിദ്ധാന്തത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ് ഈ ശാസ്ത്രം, ശ്രീധർമ്മശാസ്ത്രം. ആ ശ്രീധർമ്മശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ശബരിമലയിൽ നടക്കുന്ന മകരവിളക്ക്. ആ മകരവിളക്ക് മഹോത്സവവും തുടർന്ന് ഉത്തരേന്ത്യയില് 4 ദിക്കുകളിലായിട്ട് നടക്കുന്ന, അതായത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്ന് പറഞ്ഞ 4 ദിക്കുകളിൽ നടക്കാറുള്ള കുംഭമേളകളുടെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രയാഗ്രാജിലെ ആ കുംഭമേള, മഹാകുംഭമേള. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കൗതുകമാണ്. കാരണം നമ്മള് ശ്രീരാമ സിദ്ധാന്തം റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കുന്ന, ശരിക്കും അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ. ഒന്ന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് രാമന്റെ പ്രതിഷ്ഠാകരണം. രണ്ടാമത്തെ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യമാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേള. അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് ശ്രീരാമ സിദ്ധാന്തം ഉൾപ്പെടുന്ന പ്രണവവേദ, അത് അങ്ങയുടെ കയ്യെഴുത്ത് പ്രതി അങ്ങയുടെ അങ്ങ് ഇത് എന്നാണ് ഓപ്പൺ ചെയ്തത്? എനിക്കത് അറിയില്ല. ഓപ്പൺ ചെയ്തിട്ട് എത്ര നാളായി? ശരിക്കും അത് എഴുതി തീർന്നിട്ട് ഇപ്പോ 1.5 വർഷമായി. 1.5 വർഷമായി. അപ്പൊ ആ 1.5 വർഷത്തിൽ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും ഈ മഹാകുംഭമേള എല്ലാം വരുന്നത്. അതെ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷമായി അല്ലേ? 17-ാമത്തെ വർഷം. 17-ാമത്തെ വർഷം. എല്ലാ സംശയം എഴുതി തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 16 വർഷം കഴിയും. അങ്ങനെ ഇതിന് എഴുതാൻ പ്രേരിപ്പിച്ച? എഴുതാതിരിക്കാൻ കഴിയുന്നില്ല, അത് തന്നെ. എങ്ങനെ എഴുതാതിരിക്കാൻ കഴിയുന്നില്ല? അത് തന്നെ. എങ്ങനെ എഴുതാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ. കാരണം അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങാണ്. ഒരു സൈഡിലെ ഈശ്വരവാദികള്, അവരുടെ അന്ധവിശ്വാസം. നേരെ ഓപ്പോസിറ്റ് സൈഡില് നിരീശ്വരവാദികളുടെ കൂത്താട്ടം എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ്. ശരിക്കും ലഹരി ചൂതാട്ടം, അത് നാസ്തികവാദികളുടേതായിട്ടുള്ള സംഭാവനയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഈശ്വരവാദികള്, നിരീശ്വരവാദികളും ഈശ്വരവാദികളും. മതം, ജാതി വിവേചനം വളരെ എന്താ പറയണേ, കണ്ണീരണിയിക്കുന്ന സംഭവങ്ങള്, വർഗീയ കലാപങ്ങള്, ഇതെല്ലാം കൊണ്ട്
ഞാന് അച്ഛൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം ചെയ്തിട്ടുണ്ട്. ഏതാനും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ഉവ്വ. കെ രാജൻ എന്നാണ് അച്ഛന്റെ പേര്. അപ്പോ ഉവ്വ. കെ രാജൻ കുഴിയമ്പനത്ത്. ഉവ്വ. അപ്പൊ അച്ഛന്റെ ആ സാപസ്ത്യവേദമാണ് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ എന്തിനാണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രം, എന്താണ് ദൈവം, എന്താണ് ഈ പറയുന്ന ദൈവശാസ്ത്രം? ഉവ്വ. അപ്പോ അങ്ങനെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. പഠിക്കാൻ തുടങ്ങിയപ്പോ അത് വളരെ കൗതുകമായിട്ട് തോന്നി. അതിന്റെ ദൈവത്തെ കണ്ടിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭാര്യയുടെ സമ്മതപ്രകാരം ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എനിക്ക് എല്ലാം കണ്ടെത്താൻ കഴിയുമെന്നുള്ള അവളുടെ ആ ധൈര്യം, ആ ധൈര്യവും ആ പ്രചോദനവും പ്രേരണയുമാണ് നമ്മളിത് കണ്ടെത്താനായിട്ട് കാരണമായത്. ഇപ്പൊ എല്ലാം ഇട്ടെറിഞ്ഞ്, സ്വന്തം നാടും ഇട്ടെറിഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. എന്താണ് ദൈവം? ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. രാഷ്ട്രീയവാദികളെയും എന്നോട് ചേർത്ത് വെച്ച കാണുന്നേ, മതവാദികളെയും അങ്ങനെ തന്നെ കാണുന്നേ, ദൈവവിശ്വാസികളെ അങ്ങനെ തന്നെ കാണുന്നു. ആരോടും പ്രത്യേകിച്ച് എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും എന്റേതാണ്, എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാവണം എല്ലാം. അങ്ങ് ഈ ദൗത്യം മനസ്സിൽ ഉണ്ടായി ആഗ്രഹപ്രകാരം അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ കാര്യത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള, പ്രേരകമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ? മനുഷ്യരായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള? ഒത്തിരി, ഒരുപാട് വ്യക്തികൾ, അതും പല മതവിഭാഗത്തിൽപ്പെട്ട, പല വിശ്വാസം ഉള്ള ഒരുപാട് സുഹൃത്തുക്കള്, ഒരുപാട് ബന്ധുമിത്രാദികള്, ഒത്തിരി ആളുകൾ, ഒരുപാട് പേര്. ഒരു പേരെടുത്ത് പറഞ്ഞാൽ ബാക്കി പേരും പറയേണ്ടവരും, എണ്ണിയാൽ തീരില്ല. അത്രയും പേരോടുള്ള കടപ്പാടുണ്ട്. ഒത്തിരി പേരുടെ സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് തോളയെ തട്ടിയതിനേക്കാൾ കൂടുതൽ താടിക്കിട്ട് തട്ടുന്ന രീതിയിലുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളവര് അത് തന്നെയാണ്, അവരോട് തന്നെയാണ് എനിക്ക് എപ്പോഴും നന്ദി. പിന്നെ എന്റെ ഈ കണ്ടെത്തലിന്റെ ഒക്കെ പിന്നില് എല്ലാവരും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ കുംഭമേള എന്ന് തുടങ്ങി? അങ്ങക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത് എന്നാ തുടങ്ങിയത്? അറിയില്ല. ഇല്ല. അതാണ് ഏറ്റവും വലിയ രസം. അതുകൊണ്ട് തന്നെയാണ് ആ കുംഭമേള എന്ന് തുടങ്ങിയെന്നറിയില്ല, ശബരിമലയുടെ ഇല്ല. ഇതൊക്കെ പറയുമ്പോഴും ഈ ശ്രീരാമ സിദ്ധാന്തം ഈ കാലഘട്ടത്തില് എഴുതി അത് പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പുറം ലോകത്തിന് അതിന്റെ ഭാഗങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങ് ഇവിടെ നിന്നാണ് ഈ പ്രചോദനം? എന്താണ് ഈ ശ്രീരാമ സിദ്ധാന്തത്തിന്റെ ഉത്ഭവം എവിടെയാണ്? ശരിക്കും ഈ ശ്രീരാമ സിദ്ധാന്തം എങ്ങനെ എന്നിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അത് മഹാത്ഭുതമാണ്. കാരണം അച്ഛൻ രാമായണ പാരായണമായിരുന്നു അച്ഛന്റെ മെയിനായിട്ടുള്ള. എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുന്ന, രാമായണം വായിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല അച്ഛന്റെ ജീവിതത്തിൽ. അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ് രാമായണം വായിച്ചുകൊണ്ടിരുന്നതെന്ന് പിന്നീട് ഞാൻ ഓർത്തിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, അന്നേരം സങ്കടം വന്നിട്ടുണ്ട്. അങ്ങയുമായിട്ടുള്ള അടുപ്പത്തിൽ അങ്ങയെ കുറിച്ച് അറിഞ്ഞപ്പോ സാക്ഷാല് രാമ ഭഗവാന്റെ നാളുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള അങ്ങയുടെ ജന്മം മുതൽ ഇങ്ങനെ ചില നിമിത്തങ്ങളുണ്ട്. അത് ഒരിക്കലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയില്ല. മേടമാസത്തിൽ പുണർത്തം ശ്രീരാമന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. ഭാര്യയുടെ പേര് രമ്യ എന്നാണ്, പക്ഷെ രമ്യ എന്നാണ് റേഷൻ കാർഡിൽ പോലും മാറ്റാൻ പറ്റിയിട്ടില്ല, രമാവതയാണ്. അച്ഛൻ രാജാവായിരുന്നില്ല, പക്ഷെ പേര് രാജൻ എന്നായിരുന്നു. എന്റെ ഭാര്യയുടെ അച്ഛനും രാജാവായിരുന്നില്ല, പക്ഷെ രാജൻ എന്നായിരുന്നു പേര്. 4 പെൺമക്കളായിരുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ വന്ന് നിൽക്കുന്നത്, ഈ വീട് 150 വർഷം പഴക്കമുണ്ട്. ഈ വീടിന്, ഈ ഇല്ലത്തിന്, മറ്റത്തിൽ മഠം. ഇപ്പോ ഇതിന്റെ അവകാശി ശ്രീരാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സ്നേഹവും കരുണയും കാരുണ്യവുമാണ് ശരിക്കും എനിക്ക് ഇത്രയും നല്ല ഒരു ഭൂമി ഇതിനെ റീഓപ്പൺ ചെയ്യാനായിട്ട് കിട്ടാനും, കാവും അമ്പലവും പൂജാമുറിയും എല്ലാം ഉള്ള ഈ വീട് തന്നെയാണ്. അത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ശ്രീരാമചന്ദ്രനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
ഈ വീട് പണിത 150 വർഷത്തോളം പഴക്കം വരുന്ന ഈ വീട് പണിത ആ ശ്രീരാമചന്ദ്രനുണ്ട്. ഈ ശ്രീരാമചന്ദ്രന്റെ അച്ഛന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ നിർമ്മിതിയാണ് ഈ വീട്. ആ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തോടും എനിക്ക് തീർത്താൽ തീരില്ലാത്ത നന്ദിയുണ്ട്. ഈ സിദ്ധാന്തം, ശ്രീരാമ സിദ്ധാന്തം, അതും ഇവിടെ വെച്ച് ഈ ശ്രീരാമചന്ദ്രന്റെ വീട്ടിൽ വെച്ച് അത് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയത് അത് വലിയ ഭാഗ്യമായിട്ട് കാണണം. എന്റെ പേര് തന്നെ സന്തോഷ് എന്നാണ്. രാമന്റെ അർത്ഥം പറയുമ്പോഴാണ് ജ്ഞാനികൾക്ക് സന്തോഷത്തെ നൽകുന്നവൻ, ആനന്ദത്തെ നൽകുന്നവൻ എന്നാണ് രാമൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴെല്ലാം ഒരുപാട് സാമ്യതകളുണ്ട്. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ ശ്രീരാമനെ കണ്ടിട്ടില്ല. ഞാൻ ത്രേതായുഗം വരെ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം കണ്ടെത്തിയ ആയുധത്തിലൂടെ. ആ അജ്ഞതയെ നിഗ്രഹിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളിലൂടെ ഞാൻ ത്രേതായുഗത്തിൽ പോയിട്ടിട്ട് ത്രേതായുഗം വരെ സഞ്ചരിച്ചിട്ടുണ്ട്. അതിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ എന്താ പറയണേ, ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഞാൻ ശാസ്ത്രവിശ്വാസത്തെയാണ് ആശ്രയിക്കുന്നത്. ശാസ്ത്രത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കിത് കണ്ടെത്താൻ പറ്റും എന്ന് എന്നെ ധൈര്യപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ശ്രീരാമ സിദ്ധാന്തത്തെ, ഈ രാമരാജ്യ സിദ്ധാന്തത്തെ, ഈ സൂര്യ സിദ്ധാന്തത്തെ, ഈ ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തെ, ത്രയംബകത്തെ കണ്ടെത്തുവാൻ കഴിയും എന്ന് എന്നെ ധൈര്യപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ്. ഒരു സാധാരണയിലും സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് ഇത്രയും വലിയ ഒരു സിദ്ധാന്തം, ലോകത്തെ കീഴ്മേൽ മറിച്ച ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ സിദ്ധാന്തം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഭയങ്കര ആശങ്കയുണ്ടാവും. പക്ഷെ എന്നെ ധൈര്യപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് യോഗ്യനാണ്. പല പ്രാവശ്യം ഞാൻ തിരിഞ്ഞു നടന്നതാണ് ജീവിതത്തിലൊക്കെ. പക്ഷെ എപ്പോഴും ആ തിരിഞ്ഞു നടന്ന വഴിയെ വീണ്ടും ചെല്ലാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഈ കുറച്ച് രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കുറച്ച് കാര്യം. അതാണ് അങ്ങയുടെ ഈ കണ്ടെത്തലില് ഈ സിദ്ധാന്തല്ലേ പ്രണവവേദ, അതിൻ്റെ അകത്ത് ഇപ്പൊ അങ്ങനെയായിട്ടുള്ള കുറച്ചു കാലത്തെ അടുപ്പം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും അങ്ങയുടെ കണ്ടെത്തലിനകത്ത് നമ്മളിപ്പം ഇവിടുത്തെ ജനങ്ങള് രാശി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻ മുതല് ശിവൻ ഭാവങ്ങള് അല്ലെങ്കിൽ ത്രിമൂർത്തികള്, മറ്റ് ദേവതാഭാവങ്ങൾ, ഈ ദേവതാഭാവങ്ങൾ എല്ലാ ദേവതാഭാവങ്ങളെയും സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യന് കൃത്യമായി പറഞ്ഞു കൊടുക്കുവാനും അത് ആസ്വദിക്കുവാനും അത് തൊട്ടറിയുവാനും അടുത്തറിയുവാനും കൊണ്ടറിയുവാനും ഉള്ള ശേഷിയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ അങ്ങേക്ക് കഴിയും അല്ലേ? തീർച്ചയായിട്ടും.